കൃതികൾ അതിൽ നിന്നാണ് നമ്മുടെ ഇവിടെ ഒരു സാഹിത്യ വിമർശനത്തിൻ്റെ ആ ഒരു തുടങ്ങുന്നത്. അപ്പോൾ കേരളവർമ്മ, അതായത് ഈ ഗദ്യ അത് വിമർശനം അല്ലെങ്കിൽ ഗദ്യം എന്ന് പറയുന്ന ഒരു സാഹിത്യം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കേരളവർമ്മയുടെ കൃതികൾ, വിജ്ഞാനമഞ്ജരി എന്ന് പറയുന്ന കൃതി, അതുപോലെ സന്മാർഗ സങ്കരം, മഹച്ചരിത സംഗ്രഹം, ഇതാണ് ആദ്യകാലത്ത് കേരളവർമ്മ ഗദ്യത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കൃതികൾ. പിന്നെ അതിനെയാണ്, അതായത് വിജ്ഞാനമഞ്ജരി, സന്മാർഗ സങ്കരം, മഹച്ചരിത സംഗ്രഹം. അതായത് മലയാള ഗദ്യല്ലേ, ഗദ്യത്തിലെ വിമർശനാണ് ആര് തുടങ്ങുന്നത്? കേരളവർമ്മ തുടങ്ങുന്നത്. അപ്പൊ ആദ്യകാലത്ത് കേരളവർമ്മ അതായത് എഴുതിയിട്ടുള്ള ഗദ്യകൃതികളാണ് ഈ പറയുന്നത്. ഏത്? വിജ്ഞാനമഞ്ജരി, സന്മാർഗ സങ്കരം, മഹച്ചരിത സംഗ്രഹം. ഈ 3 പുസ്തകങ്ങളും കുട്ടികളെ, സന്മാർഗ സങ്കരം അതായത് കുട്ടികളെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള കൃതികൾ. സന്മാർഗ സങ്കരം, വിജ്ഞാനമഞ്ജരി, മഹച്ചരിത സംഗ്രഹം. അപ്പൊ പുള്ളിക്കാരൻ ഈ കൃതികള് കുട്ടികളെ ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ആദ്യകാലത്തിലെ ഗദ്യകൃതികളാണ് സന്മാർഗ സങ്കരവും വിജ്ഞാനമഞ്ജരിയും മഹച്ചരിത സംഗ്രഹം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠനം, അത് ഈ വിജ്ഞാനമഞ്ജരിയിലാണ് കേട്ടോ. ഇംഗ്ലീഷ് പഠനത്തിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് നമ്മുടെ കേരളവർമ്മ ആദ്യം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് ഈ വിജ്ഞാനമഞ്ജരിയിലാണ് കേട്ടോ. 1868 ഇംഗ്ലീഷ് പഠനത്തിന്റെ, അതായത് ഇംഗ്ലീഷ് പഠനം നമ്മുടെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെ പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങൾ പാശ്ചാത്യ സാഹിത്യത്തിലുണ്ട്, അതൊക്കെ ഇവിടെ പരിചയപ്പെടുത്തണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതി, ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന വന്നിട്ടുള്ളത് 1868 വിജ്ഞാനമഞ്ജരിയിലാണ് അതിനെ കുറിച്ചിട്ട് പ്രസ്താവന അദ്ദേഹം ഇറക്കിയത്. ആര്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 1868 വിജ്ഞാനമഞ്ജരി ഒരു അന്നത്തെ ആനുകാലികങ്ങളൊക്കെ അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന അങ്ങനത്തെ ഒരു പുസ്തകമാണ് വിജ്ഞാനമഞ്ജരി. അതുപോലെ സന്മാർഗ സങ്കരം, മഹച്ചരിത സംഗ്രഹം. അപ്പൊ അതാണ് ആദ്യകാലത്ത് ആളുകളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യുന്നതിലേക്ക് ആവശ്യകത. ഈ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടും ലേഖനങ്ങൾ ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ലേഖന സമാഹാരമാണ്. അതൊരു പുസ്തകം മൊത്തത്തിൽ അത് വിജ്ഞാനമായി. ചിലപ്പോൾ അത് ചില മാസികകളിലൊക്കെ വന്ന സമാഹാരങ്ങൾ ചിലപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഒരു പുസ്തകമായിട്ടാണ് അതിൽ വിജ്ഞാനമഞ്ജരി എന്ന് പറയുന്നത്. ഈ ഗുരുവായൂർ അമ്പലല്ലേ, അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ഒരുവിധം പഴയ സാധനങ്ങളൊക്കെ നമ്മളൊന്നും കാണാത്ത കുറേ പുസ്തകങ്ങളാണ് ലൈബ്രറിയിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളാണ്. പക്ഷേ കുറേ പുസ്തകങ്ങൾ നമുക്ക് വല്ല പുതിയതായിട്ട് ഗവേഷണമൊക്കെ വലുതൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും കേൾക്കാത്ത കുറേ പേരുകളുള്ള പുസ്തകങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ സാധനം ഉണ്ടെന്നാണ് അറിഞ്ഞത്, ഈ വിജ്ഞാനമഞ്ജരിയുള്ളത്. പണ്ടത്തെ കുറേ പുസ്തകങ്ങളുടെ പണ്ട് ഓരോരുത്തർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളൊക്കെ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഭാഷാഭോഷിണി സഭ, അതിൻ്റെ അവസാനത്തെ യോഗം നടന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഭാഷാഭോഷിണി സഭയുടെ അവസാനത്തെ യോഗം, ഇത് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നതേ നമ്മുടെ സാഹിത്യ വിമർശനല്ലേ അഴീക്കോടിൻ്റെ, അതിനെ സംഗ്രഹിച്ചിരിക്കുന്ന പുസ്തകം. അഴീക്കോടിൻ്റെ സാഹിത്യ വിമർശനത്തിൽ സുകുമാർ അഴീക്കോട് എല്ലാ സാഹിത്യ വിമർശകരെ കുറിച്ചിട്ടും അവർ മലയാള സാഹിത്യത്തിൽ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള എല്ലാ സമാഹാരം. അപ്പം അതിന് ഒന്ന് ചെറുതായിട്ട് ഷോർട്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അന്ന് എല്ലാവരും കൂടിയിട്ട് ചെയ്തിട്ട് കൂട്ടം കൂടിയിട്ട് ചെയ്ത് ഇങ്ങനെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിൽ 1911 കേട്ടോ, വൈക്കത്ത് വെച്ചിട്ടാണ് അവസാന യോഗം നടന്നത്. 1911 വൈക്കത്ത് വെച്ചാണ് ഭാഷാഭൂഷണി സഭയുടെ അവസാന യോഗം നടന്നത്. പിന്നെ ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് കൃതികൾ, ഈ കൃതികളാണ് കൂടുതലും വിമർശന വിധേയമായിട്ടുള്ള കുറച്ച് കൃതികൾ. പണ്ടത്തെ കാലത്ത് ഇറങ്ങിയിട്ടുള്ള കുറച്ച് കൃതികളാണ്. അതിൽ ആദ്യത്തെ തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. ആരുടെ തിരുവിതാംകൂർ ചരിത്രം കേട്ടിട്ടുണ്ടോ? കൊച്ചി രാജചരിത്രം, അതുപോലെ തിരുവിതാംകൂർ ചരിത്രം.
തിരുവിതാംകൂർ ചരിത്രം ആരുടെയാ? വൈക്കത്ത് പാച്ചുമുത്ത്. പഠിച്ചിട്ടില്ലേ? മറന്നുപോയതല്ലേ? കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച മറ്റു പഠിച്ചതാണ്. വൈക്കത്ത് പാച്ചുമുത്തതിന്റെയാണ് തിരുവിതാംകൂർ ചരിത്രം. അതുപോലെ മീനകേതന ചരിതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം ആരുടെയാ? മീനകേതന ചരിതം ഞാൻ പറഞ്ഞുതരാം. ഉമ്മൻ ഫിലിപ്പോസ്, പി ഗോവിന്ദപിള്ള, വിശാഖം തിരുനാള്, ആയില്യം തിരുനാള്. ആയില്യം തിരുനാളിന്റെയാണ് കേട്ടോ മീനകേതന ചരിത്രം. ഈ കുറച്ചൊരു 3-4 പുസ്തകങ്ങൾ ചരിതം ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് വിമർശനം. ഓരോരുത്തർ ഈ പുസ്തകങ്ങളെ കുറിച്ചിട്ട് എന്താ പറയാ അഭിപ്രായങ്ങള് എഴുതുകയാണ്. ആയില്യം തിരുനാളിന്റെ മീനകേതന ചരിതം, അതുപോലെ തിരുവിതാംകൂർ ചരിത്രം, അത് ചരിത്രമാണ് കേട്ടാ. വൈക്കത്ത് പാച്ചുമുത്തത്. മഹച്ചരിതങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ചരിതം മഹാന്മാരുടെ ചരിതങ്ങൾ. ആ പുസ്തകം വിശാഖം തിരുനാള് മഹച്ചരിതങ്ങൾ എന്ന് പറയുന്ന കൃതിയുടെ വിശാഖം തിരുനാള്. മാറിപ്പോവും. നമ്മളിങ്ങനെ കേട്ടുപരിചയമായിട്ട് നമ്മുടെ മനസ്സിലുള്ള പുസ്തകങ്ങൾ. മഹച്ചരിതങ്ങള്, വിശാഖം തിരുനാള്, ചരിതങ്ങൾ എന്നുണ്ട്. അതുപോലെ പുല്ലേലിക്കുഞ്ചു. ആരുടെ പുല്ലേലിക്കുഞ്ചു? ആർച്ച് ഡീക്കൻ കോശി. പുല്ലേലിക്കുഞ്ചൊക്കെയാണ് നമ്മുടെ ഏത് മാസികയില പുല്ലേലിക്കുഞ്ചു വന്നത്? 3ാമത്തെ പുസ്തകം ഏതാ? ഞാൻ 3ാമത്തെ ബുക്ക് എന്ന് പറയാൻ ഓർഡർ ഇട്ട് പഠിച്ചിരിക്കുക. ഒരു 5 പുസ്തകം ഉണ്ട്, അതിനെ ഓർഡറിലിട്ട് പഠിക്കുക. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ഇട്ടിട്ട് പഠിച്ചോളൂ. കല്ലൻ എന്ന് പറയുന്ന കഥ. കല്ലൻ എന്ന് പറയുന്ന കഥയ്ക്ക് അതിലാ വന്നിട്ടുള്ളത്. കല്ലൻ ഇതൊക്കെ ഈ ജ്ഞാന നിക്ഷേപത്തിന്റെ അതിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ അർച്ചഡീക്കൻ കോശി, ആൾമാറാട്ടം, ഒരു കേളി സല്ലാപം. ആൾമാറാട്ടം ആരുടെയാ? കല്ലൂര് ഉമ്മൻ ഫിലിപ്പോസ്. ആൾമാറാട്ടം കല്ലൂര് ഉമ്മൻ ഫിലിപ്പോസ്. അതുപോലെ ആദ്യത്തെ സാഹിത്യ ചരിത്രം ഏതാ? പിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം 1881 എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. 1881 ഇതിനൊക്കെയാണ് പിന്നെ എന്തുണ്ടാകുന്നത്? വിമർശനം. 881 പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം. ഈ പേരുകൾ പഠിക്കണം കേട്ടാ. 4 തിരുനാളിന്റെ പേര് ഒപ്പം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ മുകളിലേക്ക് നോക്കും. മലയാള ഭാഷാ ചരിത്രം പി ഗോവിന്ദപിള്ള. ഫസ്റ്റത്തെ സാഹിത്യ ചരിത്രമാണ്. ഒരുപാട് പ്രാധാന്യമുള്ള കൃതിയാണ്. ആദ്യത്തെ സാഹിത്യ ചരിത്രമാണ്. മലയാളത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ മലയാളിയായിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ള ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് മലയാള ഭാഷാ ചരിത്രം. ഒരു ഉദ്ധരണി പറയാട്ടാ ആരെ കുറിച്ചിട്ടാന്നുള്ളത്. അദ്ദേഹം ഉദ്ധരിക്കുന്ന പാശ്ചാത്യ ഗ്രന്ഥകാരന്മാരുടെ പേരുകൾ കേട്ടാൽ മതി. ഒരാളെ കുറിച്ച് പറയാണ്, പാശ്ചാത്യ സംസ്കാരത്തിന്റെ അഗാധതയിൽ ചെന്ന് മുങ്ങി തിരിച്ചു വരുന്ന ആളാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ. ആരെക്കുറിച്ചാണ് ഈ വാക്കുകൾ? ഇത് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ സാഹിത്യ വിമർശനത്തിൽ. അതായത് അദ്ദേഹം ഉദ്ധരിക്കുന്ന പാശ്ചാത്യ ഗ്രന്ഥകാരന്മാരുടെ പേരുകൾ കേട്ടാൽ മതി, പാശ്ചാത്യ സംസ്കാരത്തിന്റെ അഗാധതയിൽ ചെന്ന് മുങ്ങി തിരിച്ചു വരുന്ന ആളാണെന്ന് അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ. കേരളവർമ്മനെ കുറിച്ചിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. ആര് പറയുന്നതാണ്? സുകുമാർ അഴീക്കോട്. കേരളവർമ്മ വലിയ കോയിത്തമ്പിന്റെ അത്രയ്ക്കും പാശ്ചാത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, പാശ്ചാത്യ പാണ്ഡിത്യമുള്ള ആളായിരുന്നു പണ്ടത്തെ കാലത്ത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഇനി തിരുവിതാംകൂർ ബുക്ക് കമ്മിറ്റിയുടെ അംഗം. കഴിഞ്ഞ HSL വന്ന പരീക്ഷയുണ്ട്, ആ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു.
അംഗമായിട്ട് കേരളവർമ്മയെ തെരഞ്ഞെടുക്കുന്നത് 1867 തിരുവിതാംകൂർ ബുക്ക് പാഠപുസ്തക കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടായി, കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാഠപുസ്തകങ്ങൾ രൂപീകരിക്കാനായിട്ട്. അങ്ങനത്തെ ഒരു കമ്മിറ്റിയുടെ അംഗമായിട്ട് കേരളവർമ്മയെ തെരഞ്ഞെടുത്തത് 1867 തിരുവിതാംകൂർ ബുക്ക് കമ്മിറ്റി ബ്രാക്കറ്റിലെ പാഠപുസ്തക കമ്മിറ്റി. അതിലെ അംഗമായിട്ട് കേരളവർമ്മയെ തെരഞ്ഞെടുക്കുന്നത് 1867 ആദ്യം അംഗമായി, 67 അംഗമായി, 68 പുള്ളിക്കാരൻ അധ്യക്ഷനായി, പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനായി. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് നിന്ന്, അണ്ണാജി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ പാഠപുസ്തക കമ്മിറ്റിയിൽ അംഗമാകുന്നത് 67, അധ്യക്ഷനാകുന്നത് 68. ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഉത്തരം പിന്നെയാണ് വായിച്ചത് തെറ്റാണ്. പരീക്ഷ എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ ടിക്കറ്റ് പോവാ. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പരീക്ഷയ്ക്ക്. പതുക്കെ വായിച്ചിട്ട് അരമണിക്കൂർ കിടന്ന് ഉറങ്ങാനൊന്നും നിൽക്കണ്ട. ആ കഴിയണ വരെ സമാധാനത്തിൽ നന്നായി വായിച്ച് പിന്നെയും വായിച്ചിട്ട് പരീക്ഷ ആകണ്ട ആക്രാന്തം കാണിക്കും കാണുമ്പോ. എന്നിട്ട് തെറ്റായി എനിക്കൊക്കെ അത് വന്നിട്ടുള്ളതാണ്. വെറുതെ തെറ്റിച്ചിട്ടുണ്ട് ഞാൻ. ഒന്നും ചെയ്യണ്ടാട്ടാ, ഞാൻ പറയാ 2-3 പ്രാവശ്യം പുസ്തകം വായിക്കുക, പേപ്പർ വായിക്കുക, എന്നിട്ട് പെൻസിൽ കൊണ്ട് കറുപ്പിച്ചിട്ട് പോവാ. ഇത് നമ്മളിങ്ങനെ ടിക്കറ്റ് അപ്പുറത്തുള്ള നോക്കണം. ടിക്കറ്റ് ഇതാ മറ്റേ ഗുരുവായൂരിന്റെ പരീക്ഷ ചെന്ന് എഴുതിയപ്പോ ഞാൻ ടിക്കറ്റ് പോവാ. അപ്പുറത്തുള്ള ഒരു ചെക്കൻ ഇരുന്നിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. നന്നായിട്ട് വായിച്ചിട്ട് ചെയ്താൽ മതി കേട്ടാ. ഞാൻ പറയാ, നമുക്കൊന്നും പറ്റിയ പോലെ പറ്റണ്ട അതിന് ചെയ്യുന്നവര്. പരീക്ഷയൊക്കെ വല്ലപ്പോഴാ വരണുള്ളൂ. 67 അംഗമായി, 68 അധ്യക്ഷനായി. ആദ്യത്തെ അണ്ണാജിരായല്ലേ അധ്യക്ഷൻ? അത് 67 അല്ലേ? 67 അല്ലേ അണ്ണാജിരായർ? 68. ഇനി അറിയാലോ, ഇംഗ്ലീഷ് പാണ്ഡിത്യം നല്ലുള്ള ആളായിരുന്നു. അതോടൊപ്പം തന്നെ കേരളവർമ്മയ്ക്ക് എന്ത് പാണ്ഡിത്യം കൂടി ഉണ്ടായിരുന്നു? സംസ്കൃത പാണ്ഡിത്യം കൂടിയുള്ള ആളായിരുന്നു. ഈ കേരളവർമ്മയുടെ ഗദ്യശൈലിയെ സംസ്കൃത പദബഹുലം എന്നാണ് പറയാ. സംസ്കൃത പദബഹുലം. കേരളവർമ്മയുടെ എഴുത്തില്ലേ, ഗദ്യശൈലിനെ സംസ്കൃത പദബഹുലം എന്ന് പറയാറുണ്ട്. ആക്ഷേപിച്ച് പറയും. കാരണം സംസ്കൃത പാണ്ഡിത്യം നിറയുള്ള ആളാണെന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം അപ്പടി സംസ്കൃത പദാവലി കൊണ്ട് തന്റെ പാണ്ഡിത്യം വ്യക്തമാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ആര് ശ്രമിച്ചിരുന്നു എന്നാ പറയുന്നത്. കേരളവർമ്മ സംസ്കൃത പദബഹുലം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശൈലിയെ ആക്ഷേപിച്ചിരുന്നു എന്ന്. കുറേ ആൾക്കാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിലും ആക്ഷേപിക്കാനും അനുകൂലിച്ചിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ CL ആന്റണി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടാ, എഴുതണ്ട, കേട്ടാ മതി. കേരളവർമ്മയുടെ ഗദ്യശൈലിയെ സംസ്കൃത പദബഹുലം എന്ന് ആക്ഷേപിക്കുവാനും മലയാളത്തെ സംസ്കൃത പദസമ്പന്നമാക്കാൻ പ്രേരിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ നേട്ടമെന്ന് ഉറപ്പിക്കാനും അദ്ദേഹത്തിന്റെ പരിലാളനയിൽ വളർന്ന ഗദ്യരീതി വ്യവഹാര ഭാഷയിൽ നിന്ന് അകന്ന് സംസ്കൃതത്തിന്റെ വഴിക്ക് പോകുവാൻ ഇടയായി എന്ന് കുറ്റപ്പെടുത്തുവാനും ഒരുക്കമുള്ള പണ്ഡിതന്മാർ ഇവിടെ ധാരാളമുണ്ട്. CL ആന്റണി ഭാഷാഗദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആരെക്കുറിച്ച്? കേരളവർമ്മയുടെ ഗദ്യരചനാ രീതിയെക്കുറിച്ച്. അതായത് സംസ്കൃത പദബഹുലം എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുവാൻ ഒരുപാട്. അപ്പൊ ഈ കേരളവർമ്മയുടെ കൃതികളെയൊക്കെ ഒരുപാട് വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. കാരണം എന്താണ്? സംസ്കൃത പാണ്ഡിത്യം വളരെ അധികമുള്ള ആളായിരുന്നു. അപ്പൊ തന്റെ പാണ്ഡിത്യം മുഴുവൻ വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ആര് കൃതികൾ രചിച്ചിരുന്നത്? കേരളവർമ്മ. അപ്പൊ CL ആന്റണിയുടെ ഭാഷാഗദ്യം എന്ന പുസ്തകത്തിൽ ഇദ്ദേഹത്തിന്റെ ഗദ്യശൈലിയെ കുറിച്ചിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. CL ആന്റണി ഭാഷാഗദ്യം എന്ന പുസ്തകത്തില് കേരളവർമ്മയുടെ ഗദ്യശൈലിയെ കുറിച്ചിട്ട് വിമർശിച്ചിട്ടുണ്ട്. CL ആന്റണിയുടെ ഭാഷാഗദ്യം. CL ആന്റണിയുടെ ഒരു വാദം ഉണ്ടല്ലോ, ഏതാ? സംക്രമണവാദം. പരീക്ഷയ്ക്ക് ചോദിച്ചതാട്ടാ, ഭാഷാ സംക്രമണവാദം. കേരളവർമ്മ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഏതാ? അക്ബർ. എന്താ കൃതിയുടെ പ്രത്യേകത?
എന്തുണ്ടല്ലോ വേറെ എന്തുണ്ട്? വിശാഖം തിരുനാളിന്റെ പ്രേരണയാൽ എഴുതിയിട്ടുള്ള നോവലാണ്. വിശാഖം തിരുനാളിന്റെ പ്രേരണയാൽ എഴുതിയിട്ടുള്ള, ഒന്നും മനസ്സിലാവില്ല കേട്ടാ ആ നോവല് വായിച്ചു കഴിഞ്ഞാൽ. ഭയങ്കര സംസ്കൃത പാണ്ഡിത്യമുള്ള ഒരു നോവലാണ്. എന്താ കഥ? ഇയാളെ കുറിച്ചിട്ട്, മറ്റേ രാജാവിനെ കുറിച്ചിട്ടാണ്, അവിടുത്തെ രാജ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. ഒരു രാജകീയ കൃതി എന്ന നിലയ്ക്ക് വേണം അക്ബറിനെ കാണാനെന്ന് സുകുമാർ എഴുക്കോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കൃതിയെ സാധാരണക്കാർക്കുള്ള ഒരു ജനകീയ കൃതി എന്ന നിലയ്ക്കല്ല, സവിശേഷമായ ഒരു രചനാപക്ഷപാതത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു രാജകീയ കൃതി എന്ന നിലയ്ക്ക് തന്നെ വേണം അക്ബറിനെ കാണാൻ. ഞാനിത് PDF ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ ഈ കേരളവർമ്മയുടെ ആദ്യം ഞാൻ പറഞ്ഞ ബാലസാഹിത്യ വിഭാഗത്തിൽപ്പെട്ട 3 കൃതികൾ ഒരുപാട് വിമർശന വിധേയമായിട്ടുണ്ട്. പിന്നെ അക്ബർ എന്ന് പറയുന്ന നോവല്. അപ്പോൾ ഒരു രാജകീയ കൃതി, അത് രാജകീയ കൃതി എന്ന രീതിയിൽ ഇത് പറഞ്ഞിട്ടുള്ളത് സുകുമാർ എഴുക്കോട്. സവിശേഷമായ ഒരു രചനാപക്ഷപാതത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു രചനാപക്ഷപാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രചനാപക്ഷപാതം സംസ്കൃത പദബാഹുല്യം, സംസ്കൃതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പണ്ടത്തെ കൃതികളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കേരളവർമ്മയുടെ ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല, അതാണ് ഒന്നാമത്തെ ഇത്. അതായത് ഒന്നും വെച്ചാൽ നമുക്ക് മലയാളം പോലെയാണ് മനസ്സിലാവില്ല, ഭയങ്കര സംസ്കൃതമായിരിക്കും. സംസ്കൃതം ഡിക്ഷണറി ഒക്കെ വെച്ചിട്ട് വേണം അതിന്റെ കണ്ടുപിടിക്കാൻ അർത്ഥമൊക്കെ. പിന്നെ ഒരു പുസ്തകമുണ്ട്, പ്രസംഗ സംഗ്രഹം എന്ന് പറയുന്ന ഒരു പുസ്തകത്തില്. തന്നെ പ്രസംഗ സംഗ്രഹത്തില് പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഇയാളുടെ രചനാരീതി എന്ന് പറഞ്ഞാൽ സംസ്കൃത പദബാഹുലാണ്. അയാൾ തന്നെ പറയുന്നത് ഇത് കവിതയ്ക്കൊട്ടും അഭികാമ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് ഇയാളുടെ ഈ സംസ്കൃത പദബാഹുല്യം എന്നുള്ള എഴുത്ത് കവിതയ്ക്കൊട്ടും ചേരില്ല എന്ന് തന്നെ ഇദ്ദേഹം തുറന്നു പറയുന്ന കൃതിയാണ് പ്രസംഗ സംഗ്രഹം. കാരണം സംസ്കൃതത്തിന്റെ പിടിയിൽ നിന്നും മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി തീർന്നിട്ട് കൂടി പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്? സംസ്കൃത പദബാഹുല്യത്തോട് കൂടിയിട്ട്, പാണ്ഡിത്യത്തോട് കൂടിയിട്ടാണ് എഴുതിയിരുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ അത് തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു പാണ്ഡിത്യം അത് കവിതയ്ക്ക് ചേരില്ല എന്ന് തന്നെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇത്രയും പാണ്ഡിത്യം, സംസ്കൃത പദബാഹുല്യം എന്തിനാണ്? ഈ കവിതയ്ക്ക് ചേരില്ല. കവിതയെ നമ്മൾ മലയാളത്തിന് ഒരു സ്വതന്ത്രമായിട്ട് ഭാഷയായിട്ട് പരിണമിച്ചിട്ടുണ്ട്. അത് സ്വയം തുറന്നു പറയുന്ന കൃതിയാണ് കേട്ടോ പ്രസംഗ സംഗ്രഹം. ഈ കൃതികളുടെ പേരോർത്തെടുക്കാനാണ്. പ്രസംഗ സംഗ്രഹം, അതുപോലെ വിജ്ഞാനമഞ്ജരി, മഹച്ചരിതം, അക്ബർ. അപ്പൊ ഇതൊക്കെ കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ കൃതികളാണ്. അതുപോലെ കേരളവർമ്മയ്ക്ക് മലയാളത്തിന്റെ പ്രതിഷ്ഠയിൽ ഒരു സ്ഥാനമില്ല അഭിപ്രായപ്പെട്ട ഒരു പണ്ഡിതനുണ്ട്. കേരളവർമ്മയ്ക്ക് മലയാളത്തിന്റെ പ്രതിഷ്ഠയിൽ ഒരു സ്ഥാനവുമില്ലെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാണ് നമ്മുടെ മുണ്ടശ്ശേരി. കേരളവർമ്മയ്ക്ക് മലയാളത്തിന്റെ പ്രതിഷ്ഠയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാണ് മുണ്ടശ്ശേരി. നമ്മൾ ശരിക്കും മലയാള സാഹിത്യ വിമർശനത്തിൽ ഒരു യുഗം തന്നെയാണ് കേരളവർമ്മ യുഗം എന്നാണ് പറയുക. ഒരു യുഗം തന്നെ കേരളവർമ്മ യുഗമാണ്, അങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. മുണ്ടശ്ശേരിയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രസംഗ സംഗ്രഹം എന്ന് പറയുന്ന കൃതി പ്രസാദനം ചെയ്തത് EV രാമൻ നമ്പൂതിരിയാണ് കേട്ടോ. അതിന്റെ പ്രസാധകൻ, പ്രസംഗ സംഗ്രഹത്തിന്റെ പ്രസാധകൻ EV രാമൻ നമ്പൂതിരിയാണ്. രാമൻ നമ്പൂതിരി.
വേറൊരു പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതന്റെ അഭിപ്രായം ഉണ്ട്. രചനാ രീതി കേരളവർമ്മയുടെ രചന ഇങ്ങനെയാണ് കേട്ടോ. പ്രതിമകൾ 2 വിധത്തിൽ ഉണ്ടാക്കാം. കളിമണ്ണ് കൊണ്ട് ഓരോ അവയവങ്ങൾ ഉണ്ടാക്കി ചേർത്ത് പ്രതിമയാക്കാം. ഉറപ്പുള്ള കല്ല് കൊത്തിക്കുറച്ച് അവയവം രൂപപ്പെടുത്തിയും പ്രതിമയാക്കാം. കേരളവർമ്മയുടെ മലയാള ഭാഷ രണ്ടാമത് പറഞ്ഞ വിധത്തിൽ സംസ്കൃത ഭാഷ ക്രമേണ കൊത്തിക്കുറച്ചുണ്ടാക്കിയതാണെന്ന് തോന്നും. കേരളവർമ്മയെ മുൻനിർത്തി ഇപ്രകാരം അഭിപ്രായം. പ്രതിമേനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ്റെ വല്ലാത്ത ഇതാണ്, ഭയങ്കര ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിലാണ് മൂർക്കോത്ത് കുമാരൻ്റെ രചനകൾ. മറ്റേ കാക്ക എന്ന് പറയുന്ന ഒരു കവിതയൊക്കെ ആള് രചിച്ചിട്ടുണ്ട്. അപ്പം 2 വിധത്തിൽ ഉണ്ടാക്കാം. അതായത് കളിമണ്ണ് കൊണ്ട് ഓരോ അവയവങ്ങൾ രൂപപ്പെടുത്താം. പിന്നെ എന്താണ്, ഉറപ്പുള്ള കല്ല് കൊത്തിയിട്ട് അവയവം രൂപപ്പെടുത്തി പ്രതിമയാക്കാം. അപ്പോൾ കല്ല് കൊത്തിയിട്ട് അവയവം രൂപപ്പെടുത്തിയിട്ട് പ്രതിമയാക്കിയതാണ് കേരളവർമ്മയുടെ രീതി എന്ന് അഭിപ്രായപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. അത് മാത്രം പറയും, കല്ലുകുത്തി അതായത് പ്രതിമകൾ 2 വിധത്തിൽ ഉണ്ടാക്കാം. ഒന്ന് അവയവങ്ങൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് പ്രതിമയാക്കാം. മറ്റത് കല്ലിൽ ഓരോ അവയവങ്ങൾ രൂപപ്പെടുത്തി എടുക്കാം. അങ്ങനെ കല്ലിലെ അവയവങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്ന രചനാരീതിയാണ് ആരുടേത്? കേരളവർമ്മയുടേതെന്ന് പറഞ്ഞത്. കോഡ് കളിമണ്ണ് കല്ലെന്ന് കൊടുത്ത് കോഡ് കൊടുത്താൽ മതി. മൂർക്കോത്ത് കുമാരൻ. ഞാനിത് തരാം, നിങ്ങൾക്ക് തരാത്. അപ്പം നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ ഒന്നും കൂടി ഉണ്ടാവും. പിന്നെ വരുന്നത് ഈ കേരളവർമ്മ യുഗം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കുറച്ച് മാസികകളും ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഈ പദ്യത്തിന്റെ വസന്തോത്സവം എന്ന് വാഴ്ത്തപ്പെട്ട ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? പദ്യത്തിന്റെ വസന്തോത്സവം എന്ന് വാഴ്ത്തപ്പെട്ട പ്രസ്ഥാനം വെൺമണി പ്രസ്ഥാനം. അടുത്ത് വന്നു. വെൺമണി പ്രസ്ഥാനമാണ് പദ്യത്തിന്റെ എന്തും പദ്യത്തിൽ എഴുതുക, അല്ലെ പീഡിയ പോണ കുറിപ്പ് വരെ പദ്യത്തിൽ എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വസന്തോത്സവം എന്നറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനം ഏതാണ്? അത് വെൺമണി പ്രസ്ഥാനം. അങ്ങനെ ആരാ പറഞ്ഞത്? സുകുമാർ അഴീക്കോട്. ഇത് സാഹിത്യ വിമർശനം എന്ന് പറയുന്ന പുസ്തകത്തിനെയാണ് ഇതാക്കിയത്. അപ്പൊ എന്താ അഭിപ്രായം? സെപ്പറേറ്റ് ആൾക്കാർ പറഞ്ഞത് ഞാൻ പറയുന്നുണ്ട്. ആള് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ്. അതിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു എന്ന് പറയുന്നത്. ഇനി ഉള്ളൂര് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അങ്ങനെയാണ് ആ പ്രസ്ഥാനം 1010-ാം ആണ്ടോടുകൂടി ആരംഭിക്കുകയും 1050-ാം ആണ്ടോടുകൂടി, കേട്ടാൽ മതി, ഞാനിത് PDF തരാം, ഒരു വിധത്തിൽ ലബ്ധപ്രതിഷ്ഠമാവുകയും ചെയ്തു. ഏത് പ്രസ്ഥാനത്തെക്കുറിച്ച് ആരാണ് ഇങ്ങനെ പറയുന്നത്? വെൺമണി പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് ഉള്ളൂര് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലബ്ധം, ഉള്ളൂരിന്റെ ഒരു വാക്ക് നമുക്കറിയാട്ടെ, ലബ്ധപ്രതിഷ്ഠം ഒരു പ്രത്യേക ശൈലിയായിരിക്കും. ഉള്ളൂരിന്റെ പാണ്ഡിത്യം പ്രകടമാക്കുന്ന ശൈലിയായിരിക്കും. 1010-ൽ ആരംഭിച്ചു, 1050-ൽ അവസാനിച്ചു. ലബ്ധപ്രതിഷ്ഠമാവുകയും ചെയ്തു. ഏത് പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്? വെൺമണി പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് പറയുന്നത്. ഉള്ളൂരിന്റെ അഭിപ്രായമാണ്. കേരള സാഹിത്യ ചരിത്രത്തിലാണ് ഉള്ളൂർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതായത് വെൺമണി പ്രസ്ഥാനല്ലേ, വെൺമണി പ്രസ്ഥാനം 1010-ൽ തുടങ്ങി 1050-ൽ അവസാനിച്ചു എന്ന് ഉള്ളൂര് കേരള സാഹിത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് ആര് പറയുന്നു? സുകുമാർ അഴീക്കോട് പറയുന്നു. ഇനി മലയാളത്തിൽ പ്രകാശിതമായ ആദ്യത്തെ 2 പത്രങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ 2 പത്രങ്ങള് മലയാളത്തിലെ ആദ്യത്തെ 2 പത്രങ്ങൾ ഏതൊക്കെ? രാജ്യസമാചാരം, രണ്ടാമത്തത് പശ്ചിമോദയം. 5 എണ്ണം ഇതായിട്ട് തന്നെ പഠിക്കണം കേട്ടാ. ആ സാധനം ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ആവാം. രാജ്യസമാചാരം 1847 ജൂണില്. രാജ്യസമാചാരം 1847 ജൂണിലാണ്. ജൂണിലാണ് 2 പശ്ചിമോദയം. അതായത് ജൂൺ 1847 ജൂണിലാണ്. അത് പഠിച്ചു വയ്ക്കും. മറ്റത് പശ്ചിമോദയം ഒക്ടോബറിൽ, 1847 തന്നെ ഒക്ടോബറിൽ കേട്ടാ. ഒരു മിനിറ്റ്. സെയിം കൊല്ലം തന്നെയാണ്, മാസം മാത്രം വ്യത്യാസമുള്ളൂ. ഒക്ടോബർ 1847 ഒക്ടോബർ പശ്ചിമോദയം. പത്രാധിപം. മൂന്നാമത്തതാണ് ജ്ഞാന നിക്ഷേപം.
പശ്ചിമോദയം എഫ് മുള്ളറായിരുന്നു കേട്ടോ. സെർച്ച് ചെയ്യട്ടെ. അത് വർഷം ഏതാ? പറഞ്ഞു പശ്ചിമോദയം മാസം ഏതാ? ജ്ഞാനനിക്ഷേപം 1848 നവംബർ. കോട്ടയത്താണ് കേട്ടോ ജ്ഞാനനിക്ഷേപം. 48 നവംബറിൽ 48 നവംബറിൽ കോട്ടയത്ത് ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് കേട്ടോ ജ്ഞാനനിക്ഷേപം. അത് തലശ്ശേരിയിലാണ്. ആ 2 ദിവസം 2 അത് മറ്റത് രണ്ടും ബാസൽ മിഷൻ സൊസൈറ്റിയാ. ആദ്യത്തെ അതൊന്ന് ചോദിക്കൂ. ബാസൽ മിഷൻ സൊസൈറ്റി. സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ കിട്ടില്ല, കൺഫ്യൂഷൻ ആയിരിക്കും. അതെപ്പോഴും പഠിച്ചു വെക്കും, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. ജ്ഞാനനിക്ഷേപം 1848. പിന്നെ മൂന്നാമത് വരുന്നതാണ് വിദ്യാസംഗ്രഹം. 4ാമത് വരുന്നതാണ് വിദ്യാസംഗ്രഹം. ആ കൊല്ലം അങ്ങനെ കിടക്കുക. 47 രണ്ടെണ്ണം, പിന്നെ ഈ 48. അടുത്തതാണ് വിദ്യാസംഗ്രഹം. 1864 അല്ല, വിദ്യാസംഗ്രഹം 1864. എൻ്റെ കയ്യിൽ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് മറ്റേതിൽ നിന്ന് നോട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. CMS കോളേജിൻ്റെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം. ആദ്യത്തെ കോളേജ് മാഗസീനാണ് കേട്ടോ വിദ്യാസംഗ്രഹം. പിന്നെയാണ് ഇപ്പം എത്രണ്ണായി? 4. ഇനി ഒരെണ്ണുണ്ട്, ഇത് വെസ്റ്റേൺ സ്റ്റാർ പശ്ചിമധാര. ഇതാ പേരുകൾ പഠിക്കും. ഞാനിത് ആ പുസ്തകം കൊണ്ടുവന്നിട്ടേ കൃത്യമായിട്ട് അത് പറഞ്ഞ ശരിയില്ല. ബാസൽ മിഷൻ. ഇനി പശ്ചിമോദയത്തില് നവീന വിജ്ഞാനത്തെ ഗദ്യത്തിൽ പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിജ്ഞാരൂപത്തിൽ പ്രഖ്യാപിച്ച പത്രമാണ് പശ്ചിമോദയം. നവീന വിജ്ഞാനത്തിലെ പുതിയ വിജ്ഞാനത്തെ, മോഡേൺ എഡ്യൂക്കേഷനെ ഗദ്യത്തിൽ പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിജ്ഞാരൂപത്തിൽ പ്രഖ്യാപിച്ച പത്രമാണ് പശ്ചിമോദയം. ഗദ്യത്തിൽ പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിജ്ഞാരൂപത്തിൽ പ്രഖ്യാപിച്ച പത്രമാണ് പശ്ചിമോദയം. നവീന വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്. നവീന വിജ്ഞാനം എന്ന് പറയുന്നത്, മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്ത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടി വരൂട്ട് അതില്. ഇതിന്റെ ലക്ഷ്യം പശ്ചിമോദയത്തിന്റെ. ഇനി മലയാള മനോരമ വരുന്നത് ഇതിലിപ്പോ ഉള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ, ഓർഡറിലൊന്നല്ല പറയുന്നത്. ഇതിലിപ്പോ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോ പറഞ്ഞു മനോരമ 1890. ഈ സുകുമാർ അഴീക്കോട് പറയുന്നൊരു വാക്യമുണ്ട് കേട്ടാ. പണ്ഡിതനും പത്രപ്രവർത്തകനും തോളോട് തോൾ ചേർന്നതാണ് ഇന്നത്തെ ഗദ്യത്തിന് വളർച്ചയുണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. പണ്ഡിതനും പത്രപ്രവർത്തകനും. അതിലെ പണ്ഡിതൻ ആര്, പത്രപ്രവർത്തകൻ ആര്? പണ്ഡിതൻ കേരളവർമ്മ, പത്രപ്രവർത്തകൻ കണ്ടത്തിൽ വർഗീസ് മംഗളം. അതായത് പണ്ഡിതനും പത്രപ്രവർത്തകനും തോളോട് തോൾ ചേർന്നിട്ടാണ് ഇന്നത്തെ ഗദ്യത്തിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പം കേരളവർമ്മ
കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കണ്ടത്തിൽ വന്നു. മനോരമ ആരംഭിച്ചു. 1890 മലയാള മനോരമ ആരംഭിക്കുന്നത്. ഇനി 1889 ഒരു മാസിക ആരംഭിച്ചിട്ടുണ്ട് മലയാളത്തിൽ. ഏതാ? 1889 ഏത് മാസിക? 1889 മാസിക ഏതാ? 1800 CP അച്യുതമേനോന്റെ ഏതാ? CP അച്യുതമേനോന്റെ ഓർമ്മ വരുന്നുണ്ടാ? വിമർശനത്തിന്റെ നേതാവാണ് ട്ടാ. ഏതാ മാസിക? ഏതാ? വിദ്യ വിലാസിനിയാണോ വിനോദിനിയാണോ? അല്ല, വിനോദിനി. പത്രവിമർശനത്തിന്റെ നേതാവാണ് ട്ടാ. CP അച്യുതമേനോൻ ആരംഭിച്ചിട്ടുള്ള മാസികയാണ് 1889. കൊല്ലം പറഞ്ഞു പഠിച്ചോ. വിനോദിനി ഏറ്റവും മുന്നത്തെ വിലാസിനിയാണ് ട്ടാ. മുന്നത്തെ വിലാസിനിയാണ്. ഞാൻ കൊല്ലം പറഞ്ഞിട്ട് വിദ്യാവിനോദിനിയിലല്ലേ നമ്മുടെ വിദ്യാവിനോദിനിയിലാണ് നമ്മുടെ പ്രാസവാദം വരുന്നത്. ഭാഷാഭൂഷണിയിലും വിദ്യാവിനോദിനിയിലാണ് പ്രാസവാദം വരുന്നത്. ആദ്യത്തെ പത്രാധിപര് CP അച്യുതമേനോൻ. മലയാള ഭാഷ എന്താ പറയാ, കവിതയുടെ അവസ്ഥ വളരെ കഷ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് തുടങ്ങിയിട്ടുള്ള അത്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് രസികരഞ്ജിനിട്ടാ. പത്രാധിപര് 1889. അതാ ഓർഡറില്ല, പഠിച്ചു നോക്കിയേ. നമ്മളെവിടെന്നാ തുടങ്ങിയത്? അതല്ല, അത് അപ്പൊ തന്നെ അത് ഓർഡറിൽ മനസ്സിൽ കേട്ടിക്കോ. എന്തിട്ട് ചിന്തിക്കണേ? വിലാസിനിനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ, വിനോദിനിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വിലാസിനിയാണോ വിനോദിനിയാണോ എന്ന് ഞാൻ ചോദിച്ചത്. വിനോദിനിയാണ്. നമുക്ക് ഈ വിമർശനം വരുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പോ ഏത് മേഖലയാണ് നോക്കുന്നത്? വിമർശനാണ്. അപ്പൊ മലയാള സാഹിത്യ വിമർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്രങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ അതില് 1889 വിദ്യാവിനോദിനി CP അച്യുതമേനോൻ. നമ്മള് മലയാള മനോരമ എന്നാന്ന് പറഞ്ഞേ? 90. തെറ്റണ്ട. ആരുടെയാ? കണ്ടത്തില് വർഗീസ് മാപ്പിള. അതിന് മുൻപ് നമ്മളൊരാളെ കുറിച്ച് പഠിച്ചു. ആരായിരുന്നു? മാപ്പിളയെക്കാളും മുൻപ് അല്ല, കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് തുടങ്ങിയത്. ഗദ്യ വിമർശനം തുടങ്ങിയത് പുള്ളിക്കാരനാണ്. ഇത് എല്ലാവരിലേക്ക് എത്തിച്ചത് CP അച്യുതമേനോനാണ്. മനസ്സിലായ? ഇയാളാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഗദ്യത്തിൽ കുറെ കൃതികളൊക്കെ എഴുതി അങ്ങനെ തുടങ്ങി. പിന്നെ CP അച്യുതമേനോന്റെ വിദ്യാവിനോദിനിയിൽ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള പുസ്തകം നമ്മുടെ ഭാഷാചരിത്ര, മലയാള ഭാഷാചരിത്ര. ആരുടെ? എന്നായിരുന്നു കൊല്ലം? 791. 1881. അത് നമ്മൾ വർഷം എഴുതിയിട്ടില്ല. വർഷമൊക്കെ അപ്പൊ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ പഠിച്ചോ? 1881. അതവിടെ വല്ല ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ ഈ സാധനം ഇപ്പൊ പറഞ്ഞ സാധനങ്ങള് ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിച്ചോട്ടാ. നമുക്ക് നെറ്റ് ഉണ്ടോ? അപ്പൊ അത് ക്ലിയർ ആയിട്ട് പോവാട്ടാ. പിന്നെ രണ്ടാമത്തെ മാസിക വന്നു. പത്രങ്ങൾ നമ്മളൊരു 5 എണ്ണം